ആസിഡ് പൊള്ളിയതും നമ്മൾ ആരെയും കട്ടിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ ഒന്നുമല്ല. ഈ ആചാരങ്ങളുടെ വീഡിയോ പ്രചരിച്ചപ്പോൾ ഇതിനെതിരായിട്ട് ഒരുപാട് ട്രോളുകൾ വന്നിരുന്നു. അങ്ങനെ ആചാരങ്ങളെ കളിയാക്കിക്കൊണ്ട് ട്രോൾ ചെയ്യുന്നവരോട് എന്നാണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ആചാരങ്ങളെ മാത്രമല്ല, നമ്മൾ ഉൾപ്പെടുന്ന ഈ ലോകത്ത് എല്ലാം വിമർശനങ്ങൾക്ക് വിധേയമാണ്. എല്ലാം വിമർശിക്കപ്പെടണം, നമ്മളും ചോദ്യം ചെയ്യപ്പെടണം. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ സാധാരണ ട്രോൾ ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നവും ചിലപ്പോൾ അവരത് ചെയ്യട്ടെ. അതിനൊക്കെ നമുക്ക് അവർക്ക് 1000 രൂപ കൊടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഫണ്ടിങ്ങും നടക്കുന്ന നഷ്ടമൊന്നും അല്ലാത്ത സ്വാഭാവികമായിട്ടും ഈ നമ്മളെ കൊണ്ട് അവർക്കൊരു 100 രൂപ കിട്ടി, അവർ അന്നത്തെ ദിവസം അവരവരെ കുട്ടികളും കഞ്ഞി കുടിച്ചെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രോളുകളെ നമ്മൾ ആസ്വദിക്കുകയാണ്. പക്ഷെ മറിച്ച് നമ്മുടെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ തുല്യനിന്ദ സ്തുതിർ മൗനി എന്ന് ഭഗവത്ഗീത പറയും. ഒരു ആത്മീയതയുള്ള ഒരാൾക്ക് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആക്രമണങ്ങളും ഒരുപോലെ കാണാൻ പറ്റണം എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മേത്ത് ആസിഡ് പൊള്ളിയ പാട് കണ്ടിട്ട് ഒരാൾ വേണത് ചൊറി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞവർ നമുക്ക് കാണിച്ചു തന്നു. ആസിഡ് പൊള്ളിയതും നമ്മൾ ആരെയും കട്ടിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ ഒന്നുമല്ല. ഈ ആദിവാസി ദലിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ധർമ്മസമരം നടത്തിയപ്പോൾ സവർണ്ണ ചിന്തകൾ ഉള്ള ചില ആളുകൾ, സവർണ്ണരാണ് നമ്മൾ പറയുന്നില്ല, അത് തെറ്റാവും, അങ്ങനെയുള്ള ആളുകൾ സാമൂഹ്യ വിരുദ്ധരാണ് ആക്രമിച്ച് നമ്മളെ മേത്തുള്ള പാടുകളൊക്കെ, ആസിഡ് പൊള്ളിയ പാടുകൾ നമ്മളെ മേത്ത് മുഴുവൻ. അങ്ങനെ ഒരു ദലിതൻ അന്ന് നാഷണൽ ടി.വികൾ പോലും റിപ്പോർട്ട് ചെയ്താണ്. സർക്കാർ പ്രത്യേക നിയമസഭയിൽ സംസാരിച്ച വിഷയമാണ്. കേരളത്തിലെ ആദ്യത്തെ ദലിത് വിഭാഗത്തിലുള്ള തന്ത്രിവര്യനാണ് നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ. അപ്പോൾ എന്താ വെച്ചാൽ അത്തരത്തിൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഒരാളുടെ വൈകല്യം, ബോഡി, നിങ്ങൾ എന്താ പറയുക അതിന് പറയുന്നത്, ബോഡി ഷെയ്മിങ് ഒക്കെ കുറ്റമായിട്ടുള്ളൊരു തെറ്റായിട്ട് നിയമശിക്ഷ അനുഭവിക്കുന്ന കിട്ടുന്നൊരു നാടാണിത്.